ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല മധുരമുള്ള പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും അത്രയധികം നല്ല അടിപൊളി ടേസ്റ്റിയായ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. സോ കീപ് വാച്ചിങ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും കൂടി അമർത്താം. അപ്പം ഇതിന് നമ്മൾ 2 ഫില്ലിങ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഫില്ലിങ്ങിന് വേണ്ടി നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പഞ്ചസാരൻ്റെ അളവ് കേട്ടോ. അപ്പം 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ബോയിൽ ആയതിനു ശേഷം 1 കപ്പോളം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ സീറ് വെറ്റുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പഞ്ചസാരൻ്റെ സിറപ്പ് ഈ തേങ്ങയിൽ നല്ലോണം വെറ്റി വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു പിഞ്ച് ഏലക്കപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ആഡ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്ത് കളയാം. പക്ഷേ ഏലക്കാപ്പൊടി ഇട്ടാലാണ് കുറച്ചും കൂടി നമ്മുടെ ഈ തേങ്ങ പണ്ടത്തിന് ടേസ്റ്റ് വരുന്നത്. അപ്പം ഇത് ഇവിടെ നല്ലോണം വെറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സെക്കൻഡ് ഫില്ലിങ് തയ്യാറാക്കാം. സെക്കൻഡ് ഫില്ലിങ് എന്ന് പറയുന്നത് നമ്മൾ കായടയ്ക്ക് ആക്കുന്ന മുട്ടൻ്റെ ഫില്ലിങ് ആണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് 3 മുട്ടയ്ക്ക് ഇട്ടിട്ടുള്ളത്. ഇനി നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്കും ഞാനൊരു പിഞ്ച് ഏലക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഫില്ലിങ്ങിൻ്റെ സെയിം പാനിലേക്ക് നമുക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ച ബദാമും അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ ഫില്ലിങ്ങിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചിക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ മുട്ടയുടെ ഫില്ലിംഗ് കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു 3 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇത് നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മധുരലും നല്ലോണം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇതിലും കൂടി നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ആവശ്യത്തിന് ഗീ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 4 എഡ്ജസും കട്ട് ചെയ്തിട്ട് നമ്മളുടെ ഈ പാലും മുട്ടയുടെ മിക്സിൽ മുക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് കവറാവുന്ന രീതിയിൽ നമുക്ക് ബ്രെഡ് പീസസ് ആക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ മുട്ടയും മിൽക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആദ്യം ഫില്ലിംഗ് ആയിട്ട് ഇതിന് വെക്കുന്നത് നമ്മുടെ തേങ്ങൻ്റെ ആണ്. അപ്പോൾ തേങ്ങൻ്റെ പണ്ട് ഇതിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറിന് വേണ്ടി നമുക്ക് ഒന്നും കൂടി ബ്രെഡ് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇതിൽ വെച്ച് കൊടുക്കാം.
അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ ഫില്ലിങ് ഇതിൻ്റെ മേലിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ ഫില്ലിങ്ങും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിലേക്ക് ഒന്നും കൂടി ബ്രെഡ് ഡിപ്പ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കാം ഇതിനെ. അതിനുശേഷം ബാക്കി വരുന്ന ആ ഒരു ബാറ്റർ നമുക്കിതിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഇതൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് കാഷ്യൂനട്ടും ബദാമും കിസ്മിസെല്ലാം വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്കൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് പോലെ ജസ്റ്റ് കുറച്ച് സമയം കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആ തേങ്ങൻ്റെ ഫില്ലിങ്ങിൻ്റെ ആ ഒരു രുചിയും ആ മുട്ടേൻ്റെ രുചിയൊക്കെ വരുമ്പം കടിക്കുമ്പം തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അതിന്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് തന്നെ നോക്കണം. ഈ ഇഫ്താറിന് എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ്സ് ഷെയർ ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.